വെൽക്കം ടു ദ വേൾഡ് ഓഫ് സ്റ്റോറീസ്. പറവറ കഥ പറ, ചറവറ കഥ പറ. അങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫായ കേരളത്തിന്റെ റാസൽ കൈമയായ പെരുമ്പാവൂരിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ്. അന്നേരം പൊടികളൊക്കെ ഇങ്ങനെ പാളി. അങ്ങനെ അവിടെ വന്ന് കുറച്ചു കാലം ആ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർ മനസ്സിലാക്കുവാണ് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ബംഗ്ലാവ് വയ്ക്കാൻ പോയിട്ട് ഹാൻഡ്സ് വയ്ക്കാൻ പോലും അത് തികയില്ല. എന്ത് ചെയ്യും? സഞ്ജുബായുടെ മനസ്സിൽ അപ്പോഴാണ് ഒരു ഐഡിയ. നാട്ടിൽ 5 രൂപയ്ക്ക് ഇടുന്ന ഹാൻഡ്സിന് ഇവിടെ വില 50 രൂപ. അവൻ്റെ ഉള്ളിലെ ബിസിനസ് ടൈക്കും ഉണർന്നു. അവൻ നേരെ രാജുവിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് ഈ പ്ലാൻ പറഞ്ഞ് നേരെ നാട്ടിലേക്ക് വണ്ടി ഇടുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തൻ്റെ മുഷിഞ്ഞ കുപ്പായങ്ങൾ മാത്രം നിറച്ച കവറുമായി പോയ അവർ തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഹാൻഡ്സ് നിറഞ്ഞ 3 മതിച്ച കവർ. ആലുവ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ അവർ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന പോലീസുകാരൻ. സഞ്ജുബായും രാജുബായും ആവുന്ന അവരുടെ അതിഗംഭീരമായ അവരുടെ ഒരു ഗ്രോത്താണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് വന്നിട്ടുണ്ട്. രാജുബായിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, കൂൾ രാജ. താനറിയാതെ തൻ്റെ നൻപൻ പെരുമ്പാവൂർ ഉൾപ്പെടെ എല്ലായിടത്തും കൂൾ കച്ചവടം തുടങ്ങിയത്. കൂൾ മാഫിയ. ഇനിയൊരു ഫൈറ്റാണ്, ക്ലൈമാക്സ് ഫൈറ്റ്. രാജുബായി സഞ്ജുബായി തമ്മിലുള്ള ഫൈറ്റ്. ഒരു ഭാഗത്ത് സഞ്ജുബായിൻ്റെ ആൾക്കാർ, മറുഭാഗത്ത് രാജുബായിൻ്റെ ആൾക്കാർ. ഇവർ തമ്മിലുള്ള കംപ്ലീറ്റ് ഫൈറ്റ്. ഇതിനിടയിൽ സഞ്ജുബായിൻ്റെ ആൾക്കാർ രാജുബായിൻ്റെ ആൾക്കാർ കംപ്ലീറ്റ് ആയി കീഴടക്കുന്നു. ഇതിനിടയ്ക്ക് രാജുബായിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മുരുകപ്പൻ ആ കത്തിയങ്ങ് എടുത്തിട്ട് സഞ്ജുബായി ഇതേ ടൈമിങ്ങിലാണ് സഞ്ജുബായിനെ രാജുബായി കീഴ്പ്പെടുത്തുന്നത്. അല്ല ഇങ്ങനെ അവിടെ നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ പാൻ പായ്, ഒരു പാൻ ഇന്ത്യൻ സ്റ്റോറി. എങ്ങനെയുണ്ട്? സാറേ ഇപ്പോ എങ്ങനെ എന്റെ പരിപാടികൾ? പുറത്ത് ഓട്ടോക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്വാൻസ് ഇട്ടറിഞ്ഞ് പുള്ളി കൊടുക്കാനുള്ളത്. ഓട്ടോയ്ക്ക് എത്ര വേണ്ട? ഓട്ടോയ്ക്ക് ഒരു 1000 രൂപ അല്ലേ? നമ്പർ എനിക്കറിയാം, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. എന്താണ് സാറേ? വിളിച്ചോളൂ, ഉറപ്പാണ് വിളിച്ചോളൂ. മോനിപ്പ ചെല്ല്, ചേട്ടൻ വിളിക്കാം. ഒഴിവാക്കണേ? ഒഴിവാക്കിയല്ല, ഞാൻ പൈസ ഇടാം. മോൻ ചെല്ല്, ധൈര്യമായിട്ടിരിക്കട്ടാ, ധൈര്യമായിട്ടിരിക്കും. ചെല്ല്. ഞാൻ പോവില്ല. മോൻ ചെല്ല് മോനെ. അജി വന്നേടാ. അത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടിമയോട് നിന്നോളാം. വിളിക്കും അവൻ വിളിക്കുന്നു പറഞ്ഞാ വിളിച്ചിരിക്കും. എല്ലാത്തിനും സമാനം. ഒരവസരം താട്ടെ. പറ്റില്ല. എന്താണ് സാറേ? ചേട്ടൻ വിളിക്കാം. മോൻ ടെൻഷൻ അടിക്കണ്ട സാറേ. വിളിക്കാം മോനെ. നീ പെരുമ്പാർക്കണടാ, കാണിച്ചരാ മാങ്ങാണികളെ പന അറിയില്ല. ഏതാടത്? എന്ത് സാധനമാണത്?